ഈ ലഹരിയൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരെ വിചാരം അവരെന്തോ വലിയ സംഭവമാണെന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് സുഹൃത്ത് വലയങ്ങളിലുള്ള ഒരാളാണ്, നാട്ടിലായാലും ഗൾഫിലായാലും. നാട്ടിലൊക്കെ ഞാൻ പല ഫംഗ്ഷന് പോകുമ്പോഴും സത്യം പറഞ്ഞാൽ എന്നെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവർ കള്ളു കുടിക്കുന്ന കുറച്ച് സെറ്റൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ ഉണ്ടെങ്കിൽ കള്ളു കുടിക്കുന്ന സെറ്റിൽ ഞാൻ ഉണ്ടാവും. പക്ഷെ അവർ കുറിക്കുന്ന ചിപ്സോ പെപ്സിയോ ഒക്കെ കുടിച്ചിട്ട് ഞാൻ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ ഇവരിന്ന ആൾക്കാരുടെ ഇടയിൽ ഇനി ഇവരാരൊക്കെ വെള്ളമടിക്കുന്നത് പുറത്ത് പറയുന്നുള്ളതൊക്കെ പേടിയോണ്ട് ഒരുപാട് സുഹൃത്തുക്കൾ എന്നെ മാറ്റി നിർത്തിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് വിഷമമില്ല, അന്നൊക്കെ കുറച്ച് വിഷമം ഉണ്ടായിരുന്നു. ഇത് സുഹൃത്തുക്കൾ അടിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് അടിച്ചാൽ എന്താന്നുള്ളതാണ്. ഇതൊന്നും നല്ല സാധനങ്ങളല്ല. നമ്മളെ ശരീരം കാശ് കൊടുത്തത് നമ്മളത് കേടാക്കുക എന്നുള്ളതാണ്. അതൊക്കെ ഈ കള്ളും ഡ്രഗ്സും മറ്റൊക്കെ മേടിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ നല്ല ഫുഡ് അടിക്കുക, നല്ല വ്യായാമം ചെയ്യുക, അത്ര മാത്രമേ ചിന്തിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇതൊക്കെ കുറച്ച് എനർജി കുറച്ച് ഓണായി എന്നൊക്കെ പറയാം, അതൊക്കെ ഒരു ടൈം വരുള്ളൂ. ആ ടൈം കഴിഞ്ഞാൽ പിന്നെ ആകെ പണ്ടാരെ പറഞ്ഞ മാതിരി മാറും. അപ്പോൾ ഹെൽത്താണ് മെയിൻ. ആവശ്യമില്ലാത്ത ലഹരികൾ നമ്മളെ ശരീരത്ത് അടിച്ചു കയറ്റാതിരിക്കുക. രണ്ടാമത് ഇപ്പോൾ ജിമ്മിന് പോകുന്ന ആൾക്കാരുണ്ട്. ഈ ചില ജിമ്മുകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇഞ്ചക്ഷൻ അടിച്ചിട്ടും സ്റ്റെറോയിഡ് ഉപയോഗിച്ചിട്ടൊക്കെ അത് കുറച്ചു നേരം ഇങ്ങനെ ദമ്മിൽ നിർത്തും. അതിലൊന്നും ഒരു കാര്യമില്ല കേട്ടോ. ഒറിജിനലി എന്നും ഒറിജിനൽ തന്നെയാണ്. ഒറിജിനാലിറ്റി അത് വേറെ ലെവലാണ്. അപ്പോൾ എൻ്റെ അനിയന്മാരായാലും അനിയത്തിമാരായാലും സുഹൃത്തുക്കളായാലും ചേട്ടന്മാരായാലും ഒക്കെ ലഹരി എന്നുള്ള സാധനം നല്ലതല്ല. അതൊരു കുറച്ച് ടൈം മാത്രമേ ഉണ്ടാവുള്ളൂ. ജീവിതം നശിപ്പിക്കരുത്. നമുക്ക് സ്വന്തമായിട്ട് എന്താ ഹെൽത്താണ്. ആരോഗ്യം ഉണ്ടെങ്കിൽ ആരെ മുമ്പിൽ നമുക്ക് പൊരുതാൻ പറ്റും. ആരോഗ്യം ഇല്ലെങ്കിൽ കോടികൾ ഡെപ്പോസിറ്റ് ഉണ്ടായിട്ടും കാര്യമില്ല. അത് ചിന്തിക്കണം. ഓക്കെ, താങ്ക് യു.